Let's turn our Bibles to Book of Acts. How many of you know that we are having Bible study on Acts on Fridays? Friday evening, നമുക്ക് ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ഉണ്ട്. അത് പ്രധാനമായിട്ടും അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചത് 18-ാം അധ്യായത്തിൽ നിന്നാണ്. ഇന്ന് പകൽ അതേ അധ്യായത്തിൽ നിന്ന് 9-10 വാക്യങ്ങൾ 1-2 വാക്കുകൾ ഓർപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. Book of Acts, chapter 18, verse 9 and 10, please. Amen. Amen. ഇംഗ്ലീഷിൽ നിങ്ങൾ ആരെങ്കിലും ബൈബിൾ തുറന്നിട്ട് ഒന്ന് വായിച്ചേ. Children, will you please read that verse 9 and 10? One night the Lord spoke to Paul in a vision. Do not be afraid. Keep on speaking. Do not be silent, for I'm with you, and no one is going to attack and harm you, because I have many people in the city. Amen. If I give a title for this sermon, do not be afraid any longer. I know after that this will be broadcasted or it will be in the YouTube. So there's a title, do not be afraid any longer. Paulo said, "Ni bhayapadenda." The words encouraging Paul not to be afraid. കഴിഞ്ഞ ദിവസങ്ങൾ തുറമാനമായി അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. അതിൽ 18-ാം അധ്യായമാണ് കഴിഞ്ഞ 2 ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. Meditating on the study of Acts of Apostles, chapter 18. പ്രധാനമായിട്ടും പൗലോസ്ലീഹയുടെ 2ാം മിഷണറി യാത്രയെ കുറിച്ചാണ് ആ അധ്യായങ്ങളിൽ ഓർപ്പിച്ചിരിക്കുന്നത്. That chapter refers or talk about the second missionary journey of Apostle Paul. 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കൊരിന്തിൽ പൗലോസ്ലീഹയെ ശുശ്രൂഷയിൽ സഹായിക്കുവാനായി ദൈവം ഒരുക്കിയ ഒരു കുടുംബത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അക്വില ആൻഡ് പ്രിസില്ല. ആ കുടുംബം പൗലോസിന്റെ ശുശ്രൂഷയിൽ അനുഗ്രഹമായി തീർന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ചിന്തിച്ചത്. Last week we meditated on this family, Aquila and Priscilla. They are helping Paul in his ministry in Corinth. എന്നാൽ ഇന്ന് പകൽ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ ശുശ്രൂഷയിൽ അനുഭവിച്ച പ്രതിസന്ധികൾ, മാനസിക സംഘർഷങ്ങൾ, നിരാശകൾ, ഡിസ്കറേജ്മെന്റ്, അതിനുള്ള ദൈവികമായ ഇടപെടലുകൾ, അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ ഓർപ്പിക്കുവാനായി ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. This morning I want to talk to you about God's intervention in the ministry of Apostle Paul in the struggles and difficulties he had to go through in serving the Lord. അത് പൗലോസിന്റെ വിഷയം മാത്രമല്ല, നമ്മുടെ വിഷയമായതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. It's not only a problem for Paul, but all those who witness and serve the Lord. ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മാത്രമല്ല ഡിസ്കറേജ് ആകുന്നത്. എല്ലാ ഏരിയകളിലും ഡിസ്കറേജ്മെന്റ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. Not only in our spiritual service to the Lord, but in all facets of our life we face disappointment and discouragement. പൗലോസിന്റെ ഡിസ്കറേജ്മെന്റിന് ഒരുപാട് കാരണങ്ങൾ പറയുവാൻ കഴിയും. And there are many reasons that can be attributed to the discouragement Paul is facing. തുടർമാനമായിട്ടുള്ള ശുശ്രൂഷ യാത്രകൾ അതൊക്കെ പൗലോസിനെ തളർത്തിയിട്ടുണ്ട്. Continuous traveling and ministering always interfered with his wellness. റെസ്റ്റ് ഇല്ലാതെ, ഉറക്കമില്ലാതെ കണ്ടിന്യൂസ് ജോലി ചെയ്താലും അതുണ്ടാകാം. Same could happen if you work all the time and without sleep and enough sleep and rest. ഫിലിപ്പിയിലും തെസ്സലോനിക്കയിലും ബെരോവയിലും ഏഥൻസിലും ഒക്കെ ശുശ്രൂഷ കഴിഞ്ഞ് പൗലോസ് ഇപ്പോൾ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇപ്പോൾ കൊരിന്തിൽ കടന്നു വന്നിരിക്കുക. Apostle Paul, after finishing his ministry in Athens, Beroea, Thessalonica, all those places, now he is in Corinth.
ഈ ശുശ്രൂഷയിലെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം താൻ അനുഭവിച്ചത് ആ പീഡയും പ്രയാസങ്ങളും അപമാനങ്ങളും നിന്ദകളും എല്ലാം ഉള്ളപ്പോഴും അതിന്റെ നടുവിലെല്ലാം ദൈവിക കരുതലുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. In the midst of all the struggles he had to go through, you can see the hand of God strengthening and encouraging him through all this ministry. ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, പൗലോസിന് മാത്രമല്ല ആ കരുതൽ എനിക്കും നിങ്ങൾക്കും ഓരോ ദിവസവും ദൈവം നമ്മെ കരുതുന്നതാണ് ഇന്ന് പകൽ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. We all can remember and thank God for the blessings, that encouragement that God gives us in our daily living. വ്യക്തമായ ദർശനത്തോടെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നാം നോക്കുമ്പോൾ വ്യക്തമായ ദർശനത്തോടെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന ദൈവിക വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചതാണ് പൗലോസ് യാത്രയിൽ യൂറോപ്പിൽ എത്തുന്നത്. Paul came to Europe in response to a clear call that came to them to come and help us. ആ യാത്രയില് സ്വാഭാവികമായിട്ടും അറിയപ്പെടാത്ത ഒരു ദേശത്ത് പോകുമ്പോൾ ആര് സഹായിക്കും, എവിടെ താമസിക്കും, ആര് കൂട്ടായ്മയ്ക്കുണ്ട്, കൂട്ടിനാരുണ്ട്, കാര്യങ്ങൾ എങ്ങനെ നടക്കും, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചിന്തകളാണ്. There are natural concerns when we travel to places we don't know much about, how we're going to do, what we're going to do, how we're going to get any help, and all those things. എന്നാൽ ദൈവമെല്ലാം മുന്നമേ കരുതുന്ന ദൈവമാണ്. Our God is a God who makes provision ahead of all the things. ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, തൈത്തറയില് പർപ്പിൾ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന, പർപ്പിൾ ക്ലോത്ത് സെല് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലിഡിയായെ മുന്നമേ ദൈവം ഈ ഫിലിപ്പിയില് ഒരു ഔട്ട്ലെറ്റ് തുറന്ന് അവിടെ കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ച് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാ പൗലോസിനെ ദൈവം അങ്ങോട്ട് അയക്കുന്നത്. This lady who was doing different business in Philippi was there even before Paul got there. മാനുഷ്യമായി നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായിട്ടൊക്കെയാ അവിടെ ഔട്ട്ലെറ്റ് തുറന്നൊക്കെ ചിന്തിക്കാം. പക്ഷെങ്കിൽ ദൈവം മുന്നമേ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചിലരെ അവിടെ അതാത് സ്ഥലങ്ങളിൽ ഒരുക്കി വെക്കുന്നതാണെന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. Yes, she might have come for business, but God had a plan that connection to the ministry of Apostle Paul. അതിലൂടെ അവർ ദൈവവചനം കേട്ടു, അവർ വിശ്വാസത്തിൽ വന്നു, അവർ സ്നാനമേറ്റു, അവർ ദൈവദാസന്മാരെ കൈക്കൊണ്ടു, അവരുടെ കുടുംബം ഒരു ആരാധനാലയമായിട്ട് മാറി. And in response to God, here in the gospel, she gave her heart to the Lord, and that family became the center of worship and ministry in the city of Philippi. പിന്നീടുള്ള ഓരോ യാത്രയിലും ഓരോ സ്ഥലത്തും ദൈവം വ്യക്തി ജീവിതങ്ങളെ എഴുന്നേൽപ്പിച്ച് കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് ദൈവം ഓരോരുത്തരെയായിട്ട് എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണാം. We can see God is raising up people in different places in support of the ministry. അപ്പോൾ തന്നെ കൊരിന്തിൽ കടന്നു വരുമ്പോൾ ഒറ്റയ്ക്കാ വന്നത്. സൈലസിനെയും തിമോത്തിയെയും ഒക്കെ ഏഥൻസിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് കൊരിന്തിൽ പൗലോസ് വരുമ്പോൾ സ്വാഭാവികമായും തന്നെ അലട്ടി ഒരു വിഷയം, എവിടെ താമസിക്കും, ആര് കാണും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. I mean, he came to Corinth, he didn't know who was going to be there to be help and where he's going to stay and get any support in Corinth. അവിടെ ആ ദൈവം മുന്നമേ അക്വിലയും പ്രിസ്കില്ലയും അവിടെ ഒരുക്കി. But God sent Aquila and Priscilla there even before he got there. ആ കുടുംബം യഹൂദ പാരമ്പര്യമുള്ള കുടുംബമാണ്. This is a family with Judaic traditions. റോമിൽ നിന്നുള്ള ഒറിജിനലി റോമിൽ നിന്നുള്ള കുടുംബമാണ്. They come from Rome. റോമിൽ ക്ലോഡിയസ് എംപറർ പുതിയൊരു നിയമം കൊണ്ടുവന്നു. യഹൂദന്മാരെ മുഴുവൻ റോമിൽ നിന്ന് പുറത്താക്കണം, അവർ വിട്ടുപോകണമെന്നുള്ള നിയമം കൊണ്ടുവന്നു. അങ്ങനെ റെഫ്യൂജീസ് ആയിട്ടാണ് അവരിപ്പോ കൊരിന്തിൽ വന്നത്. And the Emperor Claudius brought this law to take out every Jew out of Rome, and they came to Corinth. Because of that, they had to come to Corinth. സാഹചര്യം അവരെ അവിടെ കൊണ്ടുവന്നത്. It was their context that brought them there. അതിന്റെ പിന്നിലും ദൈവത്തിന് പ്ലാൻ. Even behind that, God has a plan. ജീവിതത്തിൽ വരുന്ന സകല വിഷയത്തിന് പിന്നിലും ദൈവത്തിന് പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട് എന്ന് ദൈവമക്കൾ ഓർക്കണം. And we need to realize for everything that happens in our life, God has a reason and a purpose. ആ കുടുംബത്തെ ആ ദൈവം ആ പട്ടണത്തിൽ ദൈവവേലയ്ക്ക് സഹായമായി നിർത്തിയത്. And was that family that God used in the city of Corinth to support the ministry.
നമ്മൾ പലരെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റലിൽ വന്നത് വിവിധ സാഹചര്യങ്ങളിൽ കൂടിയാണ് നമ്മളിവിടെ വന്നത്. ജോലിയുള്ള ബന്ധത്തിൽ കടന്നു വന്നതുകൊണ്ട്, ട്രാൻസ്ഫർ വന്ന് കിട്ടിയതുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ വന്നവരുണ്ട്. വിവിധ സാഹചര്യങ്ങളാണ് ഞാൻ നിങ്ങൾ ഈ പട്ടണത്തിൽ കടന്നു വന്നത്. We are in the city of Austin because of different reasons, for job or transferring of our job or our children's education or different reasons like that. അതൊക്കെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിലൊക്കെ പിന്നിൽ ദൈവത്തിന്റെ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. നിങ്ങളെ കുറിച്ച് ചില പദ്ധതികൾ ദൈവത്തിന് തികച്ചെടുക്കാനുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് We realize God has a plan and purpose for bringing us to this place. ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഒന്നും അവിചാരിതമായിട്ട് സംഭവിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം സംഭവിക്കുന്ന കാര്യങ്ങൾ. In the life of a child of God, nothing is unplanned. It all happened according to God's plan. നമുക്കറിയാം, തൊഴിലൊന്നായിരുന്നത് കൊണ്ട് അവർ ഒന്നിച്ച് വേല ചെയ്തു, കൈകൊണ്ട് അധ്വാനിച്ചു. അവരുടേതായ ഫിനാൻഷ്യൽ നീഡിന് വേണ്ടി അവർ ഒന്നിച്ച് പ്രവർത്തിച്ചതായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. They were people of the same trade. ഈ കൈകൊണ്ട് വേല ചെയ്യുക എന്നുള്ളത് പാപമൊന്നുമല്ല കേട്ടോ. പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം കൈകൊണ്ട് അധ്വാനിക്കുന്ന ഒന്നും കുറ്റം ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. It is not wrong for pastors to work. എന്നാൽ ഞാൻ വർക്ക് ചെയ്യാത്തതിന്റെ പിന്നില് ദൈവത്തോട് ചെയ്ത ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ്. And pastor has his own reasons. ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ ഞാൻ തീരുമാനമെടുത്തതാണ്, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ കമ്മിറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ജോലി ചെയ്യാത്ത സാഹചര്യമില്ലാഞ്ഞല്ല. Not because we have opportunities, but he restrained from work because he made a commitment to the Lord to spend all his time in ministry. യഹൂദ കുടുംബത്തിലെ ഒരു ബോയ്, ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോൾ ഒരു ട്രേഡ് പഠിപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. It is important for every Jewish son, a male person, to be trained in a trade. അവരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ അവരെ മോഷ്ടിക്കാൻ പഠിപ്പിക്കുക മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു ചൊല്ല് അവരുടെ ഇടയിലുണ്ട്. There is a saying in the midst of Jewish people, if you are not training him for a trade, we are training him to steal. So എല്ലാവരും കുഞ്ഞുങ്ങള് ട്രേഡ് ഒക്കെ ഒരു ജോലി അത്യാവശ്യമായിട്ടും എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. ശുശ്രൂഷയിൽ എല്ലാവരും ഫുൾ ടൈം ആയിരിക്കണമെന്നൊന്നുമില്ല. God doesn't intend all of us to be full time in ministry. പ്രൊഫഷണൽസിനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. God can use along with our professional. അഖില പ്രിസില്ല കുടുംബം അതിനൊരു നല്ല ഉദാഹരണമാണ്. And Aquila and Priscilla are a good example. ഒരു ദേശത്ത് ദൈവസഭ പണിയപ്പെടുവാൻ കുടുംബം ഒരു പാസ്റ്ററെ കൊണ്ട് ഒക്കത്തില്ല, തനിയെ ഒക്കത്തില്ല. കുടുംബങ്ങൾ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ സഭ ദേശത്ത് പണിയപ്പെടുവാൻ കഴിയത്തുള്ളൂ. In order for the church to be built up in a place, it's just not the pastor alone, but it's all the people who God raised up to support that ministry. ഓരോ സ്ഥലങ്ങളിൽ ജോലിയിലൊക്കെ നമ്മെ ആക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്പണിംഗ് ദൈവം തുറന്നു തരിക. കൂടെ ജോലി ചെയ്യുന്നവരോട്, കോവർക്കേഴ്സിനോട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മെ അവിടെ ആക്കിയിരിക്കുകയാണെന്നുള്ള ദൗത്യം നമ്മൾ മറന്നു പോകരുത്. When God places us in our career, in our family, in our place we are, God is just placing us there to be a witness to the gospel. ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് തന്റെ ജോലിയോടുള്ള ബന്ധത്തിലും സുവിശേഷ വേല ചെയ്യുകയായിരുന്നു. And Apostle Paul was also serving the Lord along with his job. നമുക്കറിയാം പൗലോസിന്റെ ശുശ്രൂഷ, പൗലോസിന്റെ ട്രേഡ് ജോലി എന്ന് പറയുന്നത് ടെന്റ് മേക്കിംഗ് ആണ്. Paul was a tent maker by trade. നമ്മുടെ ഇടയിലും ഈ ഹെയിൽ ഡാമേജ് ഒക്കെ വരുന്ന സമയത്ത് റൂഫ് വർക്കേഴ്സ് വരാറുണ്ട്. അവര് എല്ലാം ഇൻസ്പെക്ട് ചെയ്യാറുണ്ട്, റിപ്പയർ ചെയ്യാറുണ്ട്. അതുപോലെ ആ കാലഘട്ടങ്ങളിൽ ടെമ്പററി ടെന്റുകൾ റിപ്പയർ ചെയ്യുന്ന ജോലിയായിരുന്നു പൗലോസ്ലീഹയുടെ എന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. Paul was engaged in the building tents. കാരണം ഈ താൽക്കാലിക ടെന്റിന് റിപ്പയർസ് ആവശ്യമാണ്. Yes, those tents, whenever there's repairs needed, he was qualified to do so. ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് ഈ ടെന്റൊക്കെ റിപ്പയർ ചെയ്യുമ്പോൾ ക്ലയന്റിനോടൊക്കെ പറയും, ഇത് താൽക്കാലികമാണ്. നമ്മൾ വസിക്കുന്ന ഈ ആലയമുണ്ടല്ലോ, ഈ ശരീരമുണ്ടല്ലോ, ഇതൊരു ടെന്റാ. ഇത് കേടാകുന്നതാ, ഇത് അഴിഞ്ഞു പോകുന്നതാ, ഇത് ഒഴിഞ്ഞു പോകുന്നതാ. എന്നാൽ ഇതിനപ്പുറത്ത് നിത്യമായ ഒരു ഭവനം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നമുക്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നത്. Paul, in his trade, he might tell to his clients that beyond the tent that is perishable, God creates a permanent one for us, and that's why he used the phrase in 1 Corinthians chapter 5 saying we have a permanent home, but we have a tent on this earth.
താൽക്കാലിക കൂടാരത്തിലായിരിക്കുമ്പോൾ അതിനെ മോടി പിടിപ്പിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധ വയ്ക്കുന്നത്. ഇത് താൽക്കാലികമാണ്. We engage a lot of our time and resource in building up and beautifying the earthly tents, but God is calling us for something greater than that. പൗലോസ് പറഞ്ഞു ഇത് അഴിഞ്ഞു പോകുന്നതാണ്. പത്രോസ് പറഞ്ഞു ഇത് പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നത്, പൊളിഞ്ഞു പോകുന്നതാണെന്ന് പത്രോസ്ലീഹ പറഞ്ഞു. Apostle Peter said this is about to be destroyed, and Paul said this earthly abode is going to be worn out. ദൈവമക്കളെ, നിത്യഭവനത്തിനു വേണ്ടി, എറ്റേണൽ ഹോമിനു വേണ്ടി കരുതേണ്ടത് ഇപ്പോഴാണ്. അതിനുവേണ്ടി അധ്വാനിക്കേണ്ടത് ഇപ്പോഴാണ്. ഇതാകുന്നു സമയം. And for our eternal abode, it is our time to do all we need to do while we are on the earth. Another 15-20 minutes. Let me come back to the verse that we just read. നാം വായിച്ച ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടേണ്ട, ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. Verse 9, chapter 18, we come back. Do not be afraid, keep on speaking, do not be silent. ഭയപ്പെടരുത്. Do not be afraid. പൗലോസിന് ഭയമോ? Do we think Paul has fear? പൗലോസ് പറഞ്ഞു ഞാൻ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ജീവൻ പോലും ദൈവത്തിന് വേണ്ടി വെച്ചു കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്ന വ്യക്തിയാണ്. Paul often portrays himself as a person not only to be bound for the gospel but also to give his life. ആ വ്യക്തിയോട് ദൈവം പറയുന്നത് നീ ഭയപ്പെടണ്ട. And to that person God is saying do not be afraid. അതിന്റെ അർത്ഥം പൗലോസ് അല്പസ്വല്പമൊക്കെ ഭയപ്പെട്ടു പോയി. And Paul might have been dealing with fear in his life. ദൈവമക്കളെ, എത്ര ശക്തരാണെങ്കിലും എത്ര വിശ്വാസ വീരന്മാരാണെന്ന് പറഞ്ഞാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തളരാനും ക്ഷീണിക്കാനും ഭയപ്പെടാനും സാധ്യതയുണ്ട്. No matter how strong, how great we are, we could face situations where we had to deal with fear. ആത്മീയ ശുശ്രൂഷയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ഏരിയകളിലും, കുടുംബ ജീവിതത്തിലും, പഠനത്തിലും, സ്കൂളിലും, കോളേജുകളിലും എല്ലാം ഞാനും നിങ്ങളും ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ട്. Not only in our spiritual service but also in all areas of our life. We could grow weary, we could be afraid, we could be distracted in all different areas. എന്തുകൊണ്ടായിരിക്കും പൗലോസ് ഭയപ്പെട്ടത്, ക്ഷീണിച്ചത്, ഡിസ്കറേജ് ആയത് എന്ന് ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുണ്ട്. We could find many reasons why Paul would have been afraid. പ്രത്യേകിച്ച് കൊരിന്ത് പോലുള്ളതായ ഒരു പട്ടണത്തിലെ ജാതീയമായിട്ടുള്ള അന്യാരാധന കൊടുകുത്തി വാഴുന്ന ആ പട്ടണത്തിൽ ആത്മീയ ശുശ്രൂഷ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. He come to a place where the place is full of temples and idols, and it is not easy to declare a gospel that is not related to any of those things. ആത്മീയ പോരാട്ടത്തിലായിരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം. 15 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ വർഷങ്ങളോളം ഞങ്ങളെ ചലഞ്ച് ചെയ്ത് ഇവിടെ ഇത് കഴിയത്തില്ല, ഇവിടെ ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്ത ഇരുട്ടിന്റെ ശക്തികൾ ഈ പട്ടണത്തിലുണ്ട്. And this city, the servant of God encountered the spirit that challenged them that you cannot continue in this city. അവിടെയെല്ലാം പിടിച്ചു നിന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജയിച്ച് മുന്നേറിയ ഇതുവരെ വന്നത്. We come this far by seeking the face of the Lord in fasting and in prayer and in trusting the Lord. ആ പട്ടണത്തിലെ പൈശാചിക ഭൂതങ്ങൾ, ശക്തികൾ എല്ലാം മുഴു ശക്തിയോട് പൗലോസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. And the whole the evil powers that situated in that city could have come against Apostle Paul. കൊരിന്ത്യ പട്ടണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ അമേരിക്കൻ ചില സിറ്റികളെ പോലെ, ചില സിറ്റീസിനെ പോലെ, അതുപോലെ പൈശാചികമായ പാപം നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു കൊരിന്ത പട്ടണം. Like many places in America who could be called sin cities, Corinth was one of those kind of places. അങ്ങനെയുള്ള സ്ഥലത്ത് സുവിശേഷത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ, സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ശരിക്കും കൈത്താങ്ങൽ വേണം, ശരിക്കും പ്രാർത്ഥന വേണം, ശരിക്കും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും മാത്രമേ അങ്ങനെയുള്ള സ്ഥലത്ത് മുന്നേറുവാനായിട്ട് കഴിയൂ. And in those situations it's very important that there should be much prayer and support in ministering. അങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു ഞാൻ അവിടെ പെന്തക്കോസ് വരെ പാർക്കുമെന്ന്. And in that place Apostle Paul said I will stay there until the festival of Pentecost. അവിടെ പെന്തക്കോസിന്റെ ശക്തി ഇല്ലാതെ നിൽക്കാനൊക്കത്തില്ല. And he needed the power of Pentecost. അവിടെ അഭിഷേകത്തിന്റെ ശക്തി ഇല്ലാതെ നിൽക്കാനൊക്കത്തില്ല. He couldn't stay there without the power of anointing. ഇവരുടെ ഈ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ
എതിരെ നിന്ന് പോരാടുന്ന പൈശാചിക ശക്തികളോട് പിടിച്ചു നിൽക്കുവാൻ, ജയമെടുക്കുവാൻ നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാ. അതിനുവേണ്ടി കാത്തിരുന്ന ദൈവസഭ ഈ ദിവസങ്ങൾ അഭിഷേകത്തിന്റെ ശക്തി ഏറ്റെടുക്കട്ടെ. For us to face our obstacles, we need the power of God, and we need to wait upon the Lord to receive that power. അപ്പോൾ തന്നെ മാനസികമായി ശാരീരികമായി ക്ഷീണിപ്പിക്കുവാനായിട്ട് ചിലരെ പിശാച് ഉപയോഗിച്ചു എന്ന് വരാം. And never could I use people to come up against him and against us. ചിലർ അപവാദങ്ങൾ പറഞ്ഞെന്ന് വരാം, ചിലർ പീഡിപ്പിച്ചെന്ന് വരാം. Some people may persecute you and they say bad things about you. അതെല്ലാം പൗലോസിന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. 6 വാക്യങ്ങളൊക്കെ വായിക്കുന്നത് യഹൂദന്മാര് തന്നെ അപവാദം പറഞ്ഞ് തന്നെ ഉപദ്രവിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. And we read that people tried to bring shame to his name. അത് പൗലോസിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. And that could have affected him. രണ്ടാമതായിട്ട് ഏതൊരു മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ആഗ്രഹിക്കുന്നത് അല്പം പ്രോഗ്രസ് ആണ്. And people, no matter where we are, we all always want to make progress. ശുശ്രൂഷയിൽ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പ്രോഗ്രസ് കാണുന്നില്ലല്ലോ എന്നുള്ളതാ പലപ്പോഴും പാസ്റ്റർമാരെ ഡിസ്കറേജ് ചെയ്യുന്നത്. One of the great thing, or one of the things that discourage pastors is when they don't make any headway in their ministry. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പാസ്റ്ററെ നമ്മളങ്ങ് വിശ്വസ്തരായിരുന്നാ മതി, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തോളും എന്നൊക്കെ പലപ്പോഴും നമ്മൾ ആശ്വാസത്തിന് വേണ്ടി പറയാറുണ്ട്. We often comfort ourselves and each other saying, as long as we are faithful, that's all we can do. Let God do what He would do. വളരെ ശരിയാണ്. എന്നാൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ ആഗ്രഹിച്ച വളർച്ചയും പ്രതീക്ഷയും കാണാതെ വരുമ്പോൾ ഏത് ശുശ്രൂഷകനും ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. And when years pass by with nothing changing in our ministry, we often get discouraged. എന്റെ ജീവിതത്തിലും അത് ഞാൻ വളരെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. Pastor has dealt with that in his own life. 14 വർഷം കഴിഞ്ഞ് ഈ പട്ടണത്തിൽ കടന്നു വന്നിട്ട് ആഗ്രഹിച്ച പോലെയുള്ള പ്രതീക്ഷ പോലെയുള്ള ദർശനത്തിനനുസരിച്ചുള്ളതായ യാതൊരു വളർച്ചയും കാണാതെ വന്നപ്പോൾ ക്ഷീണിച്ചു ഒത്തിരി സമയങ്ങളുണ്ട് ദൈവമക്കളെ. There were many times grew weary because nothing happened that what we expected would happen. ഏതാണ്ട് മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും അധികം 18 മാസങ്ങളിലധികം പൗലോസ് ലീഗ പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് കൊരിന്ത്. Corinth is a place where Apostle Paul labored more than any other city, almost 18 months. പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാത്രം തരണം ചെയ്ത് വേണ്ടതുപോലെയുള്ള ആത്മീയമായ ഉണർവും ആത്മാക്കളുടെ വിടുതലും കാണാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും പൗലോസ് ഡിസ്കറേജ് ആയിട്ടുണ്ട്. He could have been discouraged because he didn't see people getting saved and church growing and expanding. തീർച്ചയായിട്ടും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കൂട്ടിന് കൂട്ടായ്മയ്ക്ക് ശുശ്രൂഷയ്ക്ക് അലങ്കാരം കൊടുക്കുവാൻ മറ്റാരും ഇല്ലാതെ വരുന്നതും ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയം. Ministry greatly affected by not having enough people to support and encourage. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് കർത്താവിന്റെ ദാസനെയും ഫ്രാൻസിനെയും മറ്റ് എൽഡേഴ്സിനെയും ഒക്കെ ഈ സഭയോട് ചേർത്ത് ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായിട്ട് അവരെ നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ 10-12 വർഷങ്ങളിൽ ഒറ്റയ്ക്ക് ഒരു വ്യക്തി ശുശ്രൂഷയ്ക്ക് ഒരു ദിവസം എനിക്ക് സൺഡേ മാറി നിൽക്കാൻ വയ്യാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഞാൻ സാറ്റർഡേ നൈറ്റിൽ തിരിച്ചു വരുമായിരുന്നു. കാരണം അതുപോലെ ഒറ്റയ്ക്കായിരുന്നു ഈ പട്ടണത്തിലെ ശുശ്രൂഷ. For many years the servant of God had to labor on his own without any help and support. It's only recently God added people to this church. കൊരിന്തിൽ വരുമ്പോൾ ശുശ്രൂഷ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക്. പിന്നീട് തിമോത്തിയോസും സൈലസും ഒക്കെ ആ ശുശ്രൂഷയോട് പിന്നീട് കടന്നു വരുന്നത് അങ്ങനെയാണ്. ഒരു എൻകറേജ്മെന്റ് അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. So later in the ministry that Timotheus and Silas came and joined him. അത് മാത്രമല്ല, ശാരീരികമായിട്ടും താൻ അതുപോലെ ക്ഷീണിച്ച് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. He could have been going through physical weariness. ഫിലിപ്പിയിൽ വെച്ചൊക്കെ ഉണ്ടായതായ ഉപദ്രവവും കഠിനമായ വേദനകളും അടിയും ആ വൂണ്ടും ഒക്കെ ഇപ്പോഴും തന്റെ ശരീരത്തെ വേദനിപ്പിക്കുന്നുണ്ട്. And the persecution and physical abuse that he received in Philippi and other places could have been impacting his physical health. അത് മാത്രമല്ല, പഴയ മുറിവുകൾ ഒരുപക്ഷെ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും അത് നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. The wounds, either emotionally or physically, will always follow us and continue to hurt us. ഒരു കാര്യം നാം മനസ്സിലാക്കണം, എപ്പോഴെല്ലാം മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം ആരെയെങ്കിലും ഒക്കെ അയച്ച് ആ ഭാരപ്പെട്ട വിഷയത്തിന് പരിഹാരം കൊടുത്തത് പൗലോസിന്റെ വ്യക്തമായ സാക്ഷ്യമാണ്. And clear testimony that Paul gives is whenever he was discouraged, whenever
he felt alone, God would send somebody and encourage and build him up. കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ലെന്ന് ചിന്തിച്ചപ്പോഴൊക്കെ അതാത് സമയത്ത് തക്കതായ വ്യക്തിയെ പൗലോസിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം ഒരുക്കി ആ വിഷയത്തിന് പരിഹാരം നൽകി. And God prepared people to come and be helpful to Paul in his ministry. പലരും കൂടെ കൂട്ടിനും കൂട്ടായ്മയ്ക്കും ഒക്കെ ഉണ്ടെങ്കിലും അപ്പോഴും ആ ഭയം മാറുന്നില്ല. Even though now we are surrounded by people to help and to bless, the fear may still remain. ആ സന്ദർഭത്തിൽ ആ ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് അതാണ് നാം വായിച്ചത്. മറ്റ് മാനുഷിക വാക്കുകൾക്ക് തന്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയാതെ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഭയവും ഭീരുത്വവും ഡിസ്കറേജ്മെന്റും ഭരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വരിക പൗലോസിന് വേണ്ടി. In that moment when no one else can help us, no one else can deal with our fears, God of heaven will come down and intervene in our life to rescue and restore and encourage and build us up. എന്റെ ബൈബിളിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണ് ദൈവത്തിന്റെ വാക്കുകളായിട്ടാണ് ആ വാക്കുകൾ ഓർപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ അതിന്റെ അർത്ഥം ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് തന്നോട് സംസാരിച്ച വാക്കുകളാ. പൗലോസേ, നീ ഭയപ്പെടേണ്ട. And it is the words that Paul is saying, what God came directly to him and spoke to him. ഈ മക്കളെ, പലപ്പോഴും നമ്മുടെ വിഷയത്തിലൊക്കെ ഭാര്യ നമ്മെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, ഭർത്താവ് നമ്മെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, സഭാവിശ്വാസികളൊക്കെ പലപ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പരിമിതികളുണ്ട്. And no matter, we may have people speaking to us, trying to console us and comfort us, but everybody has their limitations. അതിന്റെ നടുവിൽ ആ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുന്നത്. In the midst of that, God would come and speak to our hearts. എത്ര പേർക്ക് അനുഭവമുണ്ട്? ദൈവം ഇറങ്ങി വന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ പ്രതിസന്ധിയില്, നമ്മുടെ വേദനയില് ആരും കൂടിനില്ലാത്തപ്പോൾ, ആശ്വാസം തരാനില്ലാത്തപ്പോൾ ഇറങ്ങി വന്ന് മകനെ മകളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ശബ്ദം കേട്ട എത്ര പേര് ഇവിടെ? Many of us probably have experienced that encounter with God, that coming down and encouraging us. എന്റെ ജീവിതയാത്രയിലെ ശുശ്രൂഷ മണ്ഡലത്തില് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരുപാട് ഏരിയകളുണ്ട്. അവിടെയൊക്കെ എന്നെ നിർത്തിയത് ആ ദൈവ ശബ്ദമാണ്. And in the midst of all my struggles and difficulties, God's power and presence that sustained me in my life. എപ്പോഴും അഖിലയും ക്രിസ്റ്റിനെയും എപ്പോഴും ടൈറ്റസും സൈലസും കൂടെ കാണണമെന്നില്ല. Oh, not all the time. People like Priscilla and Silas and all those people may not be around us all the time. അതിനാ യേശു പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. And that's why God intervened and said, do not be afraid. സകല ഏരിയകളിലും മറ്റാർക്കും കടന്നു വന്ന് സഹായിക്കാൻ കഴിയാത്ത ഏരിയകളിൽ അടുത്തു വന്ന് സഹായത്തിന്റെ കരവുമായിട്ട് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുവാൻ മറ്റാരാണ് നമുക്കുള്ളത്? Oh, when nobody else can come down, he just come in the midst of our struggle and speak to our hearts. There's none who can do that. God said, I'm on your side. ദൈവമകളെ, നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽ ഭയപ്പെടുന്ന വിഷയത്തില് ദൈവാത്മാ പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I'm on your side. Child of God, do not be afraid any longer. Oh, Jesus. എനിക്കറിയാം പല വിഷയങ്ങള്, ഭയപ്പെടുന്ന വിഷയങ്ങള്, ഭാരപ്പെടുന്ന വിഷയങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുണ്ട്. ഈ ദൈവശബ്ദമായി ഏറ്റെടുക്കണം. ദൈവം നിന്നോട് സംസാരിക്കുന്ന നിമിഷങ്ങളാ. കുഞ്ഞെ ഭയപ്പെടരുത്. ദൈവമക്കളെ, ദൈവ സാന്നിധ്യവും ദൈവ വാഗ്ദത്തങ്ങളും സുരക്ഷിതത്വവും മാത്രമല്ല ദൈവം വാക്ക് പറയുന്നത്. അവിടെ തന്നെ അലട്ടിയ മറ്റൊരു വിഷയമാ അധ്വാനിച്ചിട്ട് ഫലം കാണുന്നില്ലല്ലോ എന്നുള്ള വിഷയം. It's not only our own security or concern and fear of our security that bring fear, but our labor, when it's not rewarded, we get discouraged. ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ല. ജീവിതങ്ങൾ ഒരു മാറ്റവും കാണുന്നില്ല, ഒരു ധാരണവും കാണുന്നില്ല. അത് പൗലോസിനെ അലട്ടിയ ഒരു വിഷയമാണ്. And when he noticed that, when he see no change in anybody, that bothered Paul. അവിടെ ആ ദൈവം വാക്ക് പറയുന്നത്, ഈ പട്ടണത്തിൽ ഇനിയും ആത്മാക്കളുണ്ട്. Because he said, I have many people in this city. Keep on working. ശുശ്രൂഷ നിർത്തരുത്. Don't quit. നീ ധൈര്യത്തോടെ മുന്നോട്ട് പോ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇനിയും ഈ പട്ടണത്തിൽ എനിക്ക് ആത്മാക്കളുണ്ട്. Yes, Paul heard the voice that says there are many people for God in this city.
പഠനത്തിൽ എനിക്ക് വളരെ ജനങ്ങളുണ്ട്. I have many people in this city. ഒന്നും രണ്ടുമല്ല, many, ധാരാളം. നമ്മൾ കേട്ടു, നീ ഇതിനേക്കാൾ വലിയത് കാണും. You will see greater things. ഇതുവരെ കണ്ടതല്ല ദൈവമക്കളെ. Not what we have seen so far. ഈ പട്ടണത്തില് ഇനിയും ആത്മാക്കൾ വിടുവിക്കപ്പെടുവാനായിട്ടുണ്ട്. In this city there are many to be delivered in this city. ഇത്രയുമല്ല, ഇനിയും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനായിട്ടുണ്ട്. There are many who need to receive the Lord and get baptized and join the body of Christ. ദൈവത്തിനും ദൈവസഭയ്ക്കും പ്രയോജനപ്പെടേണ്ട അനേകര് ഇനിയും ഈ പട്ടണത്തിലുണ്ട്. The city has many who will be a blessing to the church. രക്ഷയിലേക്ക് വരുവാൻ ഇനിയും ആത്മാക്കൾ, സ്നാനപ്പെടുവാൻ ഇനിയും ആത്മാക്കൾ, അഭിഷേകത്തിലേക്ക് നടത്തപ്പെടുവാൻ ഇനിയും ആത്മാക്കൾ ഈ പട്ടണത്തിലുണ്ട്. There are many to be led into the divine anointing in this city. അതൊന്നും രണ്ടുമല്ല, കൂട്ടമായി സ്നാനക്കടവിൽ ഇറങ്ങുന്നത് വിശ്വാസത്താൽ ഇന്ന് പകൽ ഞാൻ കാണുകയാണ്. And we see by faith those many who will come to know the Lord and so love the Lord. ആത്മീയ വിഷയത്തിൽ, സഭാ വിഷയത്തിൽ മാത്രമല്ല, ഇന്നുവരെ കണ്ടതിനേക്കാൾ അത്ഭുതമായ അധികമായ നന്മ, അനുഗ്രഹങ്ങൾ കുടുംബങ്ങൾ കാണുവാൻ പോകുകയാണ്. We as individuals and families are going to experience greater blessing more than we ever thought of or dreamed of in our lives. ദൈവം അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. God is going to change things. കുടുംബത്തിന്റെ അവസ്ഥ ദൈവം മാറ്റുവാൻ പോകുക. സഭയുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുവാൻ പോകുക. God is going to change our life and our families and our church. ഇതുപോലെ ദൈവമക്കളെ ഏറ്റെടുക്കണം. ദൈവം നേരിട്ട് സംസാരിക്കുന്ന വാക്കുകളായി ഏറ്റെടുക്കണം. Do not be afraid. I'm with you. Receive this word as God speak to our own hearts. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് നാം നമ്മുടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കുവാനായിട്ട് പോകുക. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദാസൻ പ്രാർത്ഥനയോടെ ദിവസവും നമുക്കായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Hallelujah. Let's all stand together for a minute. Continue to praise and worship God for a few moments. As we heard God's word speaking to us. ദൈവവചനം ഇന്ന് പകൽക്കാലം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം. Otherwise you are just nothing more than hearers. Hallelujah. Hallelujah. ദൈവമക്കൾ ഒരു ദിവസം പ്രാർത്ഥിച്ചാണ്. എല്ലാവരും ഒരു ദിവസം പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ആ വചനം എന്നോട് സംസാരിക്കണമേ, അതിന്റെ ഹൃദയത്തെ തൊടണമേ. Hallelujah. 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 എല്ലാ ദൈവമക്കളും nobody means remain quiet. ആരും നിശബ്ദരായിരിക്കരുത്. ആരും നിശബ്ദരായിരിക്കരുത്. ദൈവം എന്നോട് സംസാരിച്ചു. ദൈവവചനത്തോട് പ്രതികരിക്കുവാൻ, ദൈവവചനത്തോട് പ്രതികരിക്കുവാൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുന്ന വ്യക്തി. Oh, hallelujah. In this city, Lord, that I be the Priscilla and Aquila, that I be that Timothy, that I be the person who extend a hand in ministry. Glory be to God. Glory be to God. God is calling many tent makers to engage in the ministry. കർത്താവിന്റെ വേലയിൽ തന്റെ പണികളോടുകൂടെ, പ്രവർത്തികളോടുകൂടെ കർത്താവിനെ സേവിക്കുവാൻ കർത്താവ് അനേകരെ നോക്കുകയാണ്. ഈ പട്ടണത്തിൽ അനേകരെ വിളിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പ്രതികരിക്കുവാൻ how many people respond and say, Lord, let I be the person in prayer. I will stand in prayer. I will stand in fasting. I will stand in giving. I will stand and go and just share the gospel. We'll bring people to the body of Christ. The Lord, we will pray that you would move. Only when you move, Lord, things will change. Glory be to God. Glory be to God. Glory be to God. Hallelujah. 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 We praise you, God. We praise you, God. Glory be to God. Hallelujah. At this time, Brother Lily will lead us in prayer and as we conclude this meeting.
Father, we thank you, my God. Oh, Father, for speaking to our hearts, oh God. Lord, let us assist, oh Father, in the ministry, oh Father, in every way, my God. We praise you, we honor you, Lord Jesus. Lord, we open our hearts, oh Father, to receive that word, oh Father. Let it penetrate our very soul, my God. Let it transform our lives, Lord Jesus. We are expecting great and mighty work, oh Father, in this city, my God. We know many souls are waiting, oh Father, for the word of the gospel, Lord Jesus. Help us to be your hands and your feet, my God, to move in this land, Lord Jesus. We pray and we declare, oh Father, victory over this land, Lord Jesus. Let your spirit hover, oh Father, over this land, oh God, and win the souls for your kingdom, my God. We pray, Lord Jesus, we submit our lives, oh God. We submit our hearts, oh Father, for the kingdom of God, that you will use us, oh Father, that you will equip our hands and our feet, oh God, and our mouths to speak your word, oh Father, to speak your words of life, oh Father, to those who are waiting, oh God. We pray for those who are sick in this land, that you would heal them, that you would deliver them, Lord Jesus, for it is your desire to set the captives free, oh God, to speak life, oh God, Lord Jesus. We pray that we be your hands, your feet, oh God, that we would be able to minister to those around us, that we would not be blind, oh God, that we would be able to be used, oh Father, for the kingdom of God. We thank you, my God, and we pray for all the ministers gathered here. We pray that you will continue to strengthen them in the city, oh God. We honor you, we praise you, and we lift you up, oh God, above all things, oh God, that your name be lifted up on high. We pray, oh Father, for each one gathered here, that you would be with us while we go home. We thank you once again. In the name of Jesus Christ, we pray. Amen. May the love of our Heavenly Father, grace of our Lord Jesus Christ, sweet fellowship of Holy Spirit abide with us forever and ever. Amen and amen. God bless you all. Kataw sa go with the blessing. Hallelujah.